വീണ്ടും ക്യാമ്പസുകൾ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. പ്രത്യേകിച്ച് അത് കൂടുതൽ രൂക്ഷമായത് ഈ സംസ്കൃത കോളേജിലെ സമരവുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. അതുപോലെ മോഹൻ കുന്നുമലിൻ്റെ പരാമർശങ്ങൾ, ഐഷി ഘോഷിൻ്റെ പരിപാടി, അങ്ങനെ വിദ്യാർത്ഥികൾ സമരമുഖത്തേക്ക് കടക്കുമ്പോഴാണ് സംസ്ഥാനമാകെ ഒരു സമര പ്രതീതി ഉണ്ടാവുക. ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറുകയാണോ? തീർച്ചയായും ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറേണ്ട ഒരവസ്ഥയിലാണ് നിലവിൽ കേരളത്തിലുള്ള ഇതുപോലുള്ള സർവകലാശാലകൾ എന്ന് തന്നെയാണ് ഞാൻ ആകെ മൊത്തമായി മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സമീപകാലത്ത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തൊട്ട് അത് തുടങ്ങിയതാണ്. അതിനെ വിധം ആ നിലയ്ക്ക് മുഖ്യമന്ത്രിയാണെങ്കിലും ആ നേരത്തെ മന്ത്രിമാരാണെങ്കിലും മറ്റു ബന്ധപ്പെട്ട മന്ത്രിമാരാണെങ്കിലും അതിനെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിലവിൽ ഒരു യുദ്ധം കുട്ടികളും അതിന് മാത്രവുമല്ല ഗവർണർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിസിമാരും അടക്കമുള്ളവർ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു ദ്വന്ദ്വയുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുകയാണ് നിലവിലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ആകെത്തുകയായിട്ട് ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത് ജന്തർ മന്ദർ സമരത്തിന് ശേഷമുള്ള ഒരു ഇൻഡിപെൻഡൻസ് ആണ്. നമുക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഇപ്പോൾ കടന്നുപോയത്. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാക്ക് ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഹർഷൻ ചേട്ടൻ്റെ ശ്രദ്ധയിൽ അത് പെട്ട് കാണും. അത് ദിമാഖി നക്സൽ എന്നുള്ളതാണ്. അന്ന് അദ്ദേഹം അവിടെ നടന്ന പ്രസംഗ ശകലം അതിങ്ങനെയായിരുന്നല്ലോ: ബുദ്ധിജീവികളായ നക്സലേറ്റുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അരാജകത്വവും അക്രമവും പടർത്താനും അവസരം നോക്കിയിരിക്കുകയാണ്. അവരെ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും വേണം. യുവാക്കളെ ബുദ്ധിജീവികളാക്കാതെ രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. എന്താണ് ദിമാഖി നക്സൽ എന്നുള്ളതാണ് മുഴുവൻ ആളുകളും അതിനെതിരെ വലിയ പ്രതിഷേധവും അത് ഒരു പേജും ഒക്കെ തുടങ്ങിയിട്ടുമുണ്ട് നിലവിൽ. ഈ ദിമാഖി നക്സലിൻ്റെ പര്യായമായി നമുക്ക് ഇവിടുത്തെ അഭ്യസ്തവിദ്യരും അവബോധവുമുള്ള വിദ്യാർത്ഥികളടക്കം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളും അങ്ങനെ തന്നെയാണല്ലോ വിചാരിക്കുന്നത്. എന്താണ് ഈ CJP സമരത്തിൽ സംഭവിച്ചത്? CJP മാത്രമല്ല, വിദ്യാർത്ഥി സമരത്തിൽ സംഭവിച്ചത് എന്താണ്? അവർ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം, ചില ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിനെ ഏത് തരത്തിലാണ് ദിമാഖി നക്സൽ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക എന്നുകൂടിയല്ലേ നമ്മൾ ആലോചിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇതിൻ്റെ പര്യായമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്റലക്ച്വൽ, ക്രിട്ടിക്കൽ തിങ്കർ, ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, ക്വസ്റ്റ്യനിങ് ടീച്ചേഴ്സ്, ട്രൂത്ത് റൈറ്റേഴ്സ്, അല്ലെങ്കിൽ ഫാക്ട് ചെക്കേഴ്സ്, ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ ദിമാഖി നക്സൽ എന്ന വാക്കിന് പര്യായമായി നമ്മൾ പറയാൻ. അല്ലാത്ത പക്ഷം നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ അതേ ചിന്താധാരയിൽപ്പെടുന്ന, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇതിൻ്റെ വിപരീത പദമായി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കൂട്ടർ എന്ന് വേണം നമ്മൾ പറയാൻ. ഇനി ഈ ദിമാഖി നക്സലിൽ പെടുന്ന ആളാണ് RSS ഇപ്പോൾ തന്നെ പെടുത്തിയിരിക്കുന്ന ആളാണ് ഐഷി ഘോഷ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് നമ്മുടെ ഭരണവർഗം പെടുത്തിയിരിക്കുന്ന ആളാണ് ഐഷി ഘോഷ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജന്തർ മന്ദർ സമരത്തിന് ശേഷം ആദ്യം തേടിയെത്തിയ ഒരു വിദ്യാർത്ഥി നേതാവ് ഐഷി ഘോഷാണ്. അവരാണ് നിലവിൽ കേരളത്തിലെ ക്യാമ്പസിലേക്ക് ഒരു പരിപാടിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഈ വർത്തമാനത കാലത്ത് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഈ ഘട്ടത്തിൽ നിലവിൽ ഇത്രയും അധികം, അതായത് സർവകലാശാലകളെ കാവ്യവത്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഇവിടെ ഒരു ബൈറ്റെങ്കിലും ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഐഷി ഘോഷിനെ പോലുള്ള ഒരു നേതാവ് ഇവിടുത്തെ ഒരു ക്യാമ്പസിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വർത്തമാനകാലത്ത് മറ്റെന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല. ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം ഇവരുടെ പ്രചാരണത്തിന്, അതായത് രാഷ്ട്രീയ സൈദ്ധാന്തിക ലക്ഷ്യങ്ങൾ യുവാക്കളുടെ ചിന്തകളിലും അവരെ സ്വാധീനിക്കുകയും അവരുടെ പ്രവൃത്തികളിലും സ്വാധീനിക്കുക എന്നുള്ളത് നല്ല ഉദ്ദേശത്തിൽ കൂടിയാണ് ഇവിടുത്തെ സർവകലാശാലകളിൽ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവർണറുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്ന ഒരു കാര്യം ഈ സമീപകാല സംഭവങ്ങളിൽ നിന്ന്. അതിൽ ഇതല്ലാതെ അവർക്ക് മറ്റു മാർഗമുണ്ടോ എന്നുള്ളതാണ്. ഈ വേരോട്ടം കേരളത്തിൽ നടത്തുവാൻ വേണ്ടി മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്ന കാര്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സത്യത്തിൽ സർവകലാശാലകളെ ലക്ഷ്യമിടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് ഇന്ന് ശിവപ്രസാദ് പറഞ്ഞൊരു കാര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് VCക്ക് ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, അദ്ദേഹം ഏത് പരിപാടിക്ക് വേണമെങ്കിലും പൊക്കോട്ടെ, പക്ഷെ അദ്ദേഹം ഏത് പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ പരിപാടിക്ക് പോകുന്നു, എന്തു പോകുന്നു, അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു ഇതെന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. വിദ്യാർത്ഥികൾക്കും നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം, അത് കൊള്ളില്ല, അത് അശുദ്ധമാണ്. ഏത് തരത്തിൽ നമ്മൾ ആരെയെങ്കിലും ഉപദേശിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഒരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം, അധ്യാപകർക്കും ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം. പക്ഷേ ഈ അധ്യാപകർ ഉൾപ്പെടുന്ന, അതായത്
ഒരു വിഭാഗത്തിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതും അങ്ങനെ ചെയ്യുന്നവരുമായ ആളുകൾ അവരുടെ പദവിയിലിരുന്നു കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം കലർത്തുവാനും അതുവഴി അത് പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുകയാണെങ്കിൽ നമ്മളത് അനുവദിക്കാൻ പാടില്ല. അതിനെതിരെ ഉയരുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഇത്. അങ്ങനെയല്ലേ നമ്മൾ അതിനെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കലർപ്പിനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഗവർണറുടെ നേതൃത്വത്തിൽ VC-മാരിലൂടെ ഈ സർവകലാശാലകളിൽ നിലവിൽ നടപ്പാക്കിയെടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന് പല പല ഉദാഹരണങ്ങളും നിലവിലിവിടെ ഉണ്ട്. അതിപ്പം MG-യിലായിക്കോട്ടെ, കേരളയിലായിക്കോട്ടെ, കാലടിയിലായിക്കോട്ടെ, ഈ സർവകലാശാലകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ സംഭവങ്ങളും ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട കാര്യം ഒരു ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്ന പോലെ പെട്ടെന്നൊരു കാര്യം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരായ പ്രതിഷേധം എന്ന നിലക്ക് തന്നെയാണ്. ഇപ്പം നമ്മൾക്കറിയാം, ഇപ്പം D. മാവുത്ത് അല്ലേ MG-യിലെ VC-ആയി ചുമതലയേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതിനോടുള്ള ചായ്വാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുമാത്രവുമല്ല, ഈ സിൻഡിക്കേറ്റിലേക്കുള്ള ലിസ്റ്റ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെയുള്ള വിദ്യാർത്ഥികളും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുകയോ അല്ലെങ്കിൽ ഇടപെടേണ്ടതോ അല്ലെങ്കിൽ ഒന്ന് അത് അഡ്രസ്സ് ചെയ്യേണ്ടവരോ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് ഒരു പ്രസ്താവനയിൽ ഒതുങ്ങുന്നത് ഇപ്പോൾ RSS മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു പരിപാടിയിൽ 3 VC-മാരാണ് ഇവിടെ നിന്ന് പോയത്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി വന്നിരുന്നു പറഞ്ഞു വലിയ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്, അവർ മാപ്പ് പറയണമെന്ന്. എന്നിട്ടിപ്പോൾ മാപ്പ് പറഞ്ഞു അവർ? ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ പ്രസ്താവന, ആ പ്രസ്താവനയിൽ അങ്ങ് ഒതുങ്ങി എന്നുള്ളതാ. ആർക്കെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് മറ്റു ഉത്തരങ്ങൾ, ഒരു തുടർ ഉത്തരങ്ങൾ ആ കാര്യത്തിലുണ്ടോ? ഇല്ല. ഇന്ന് റോജി M. ജോണും ചെയ്തിരിക്കുന്നതും ഇത് തന്നെയല്ലേ. ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റില്ല, ശക്തമായ നടപടിയുണ്ട്. പക്ഷേ അവർക്ക് കൂടുതൽ, അതായത് അതിലൊരു വ്യക്തത പോലും ഇല്ലാത്ത കാര്യം, അതായത് ഏത് നിലക്കാണ് ഇവിടെ സമരം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിലവിലൊരു വ്യക്തതയില്ല. കാരണം SFIക്ക് അതിൽ വേർഷനാണുള്ളത് ഈ ശവമഞ്ചം എന്നുള്ള കാര്യത്തിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഇവരുടെ വിവിധ ബൈറ്റുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവിടെ അധ്യാപകർക്കായി സമരം ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്കായി സമരം ചെയ്യുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും. അതിൽ ഇവരുടെ ഡ്രാമ വിഭാഗത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ലൈറ്റുകൾ നശിച്ചുപോയി, ഇതില്ല. ഇവർക്ക് ഇവരുടെ പഠനഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വേണം. ആ ഡ്രാമ ലൈറ്റും എടുത്തിട്ടാണ്, അതിനാണ് നിലവിൽ അത് മരിച്ചു, അത് ശവമഞ്ചം എന്ന നിലയ്ക്ക് അവരെ കൊണ്ടുവന്ന് അവിടെ ഒരു പ്രതിഷേധം നടത്തുകയാണ് ഉണ്ടായത്. ഇതിനെയാണ് ഈ നിലക്ക് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിൽ വ്യക്തത പോലും വന്നിട്ടില്ല. ഇതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വന്നിട്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുകയാണ് ആഭ്യന്തരമന്ത്രി ശക്തമായ നടപടി ഉണ്ടാവും ഇത് ചെയ്തവർക്ക് എതിരെ, ഇതൊരു അപരിഷ്കൃതമായ സമരമാണെന്നുള്ളത്. ആ സമരത്തിൽ ഞാൻ വീണ്ടും പറയണം, അത് കുട്ടികളുമായി ബന്ധപ്പെട്ടോ ആരുമായി ബന്ധപ്പെട്ടോ അതിലൊരു വ്യക്തത വരുത്താൻ പോലും തുനിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും ഒരു നടപടി അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്, ഉണ്ടാകും എന്നുള്ളത്. മറ്റു കാര്യങ്ങളിൽ, അതായത് ഇവർ ഒരു തൽപര രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി അതിൻ്റെ വേദികളിൽ പോയി ഈ വിധം പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഇവിടെ വ്യക്തത വരാനില്ല. ആ കാര്യത്തിൽ വ്യക്തമാണ് നമുക്ക് മുന്നിൽ എന്താണ് ഇവർ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അമ്മയെ അറിയാത്തവരാണ് ഈ വിധം വന്ദേമാതരത്തെ ബഹുമാനിക്കാതിരിക്കുന്നത് എന്ന് പറയുക. അല്ലാതെ കാവിക്കൊടിയെഴുതിയ ഭാരതാംബ സർവകലാശാലകളിൽ സ്ഥാപിക്കുക എന്താണ് എന്നുള്ളത് ഇവരുടെ നയവും എന്താണ് ഇവർ ചെയ്യുന്നതുള്ള പ്രവൃത്തി എന്നുള്ളത് വ്യക്തമാണ്. അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ ഇവർക്കാവുന്നില്ല. അപ്പോഴാണ് ഇവർ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ നേർക്ക് ഈ വിധം ഏറ്റവും പെട്ടെന്ന് ആദ്യം തന്നെ ഒരു നടപടി എന്ന് പറയുന്നത് വടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവർ. അത് റോജി M. ജോൺ എന്ന് പറയുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തോട് നമുക്കാർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നുള്ളതല്ല. അദ്ദേഹം പല കാലങ്ങളായി ജനവിധി തേടി അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുമ്പോൾ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും ഭയങ്കര നിരാശാജനകമാണ്. അല്ലലില്ലാതെ ഇതങ്ങോട്ട് എങ്ങനെയെങ്കിലും അങ്ങ് കൊണ്ടുപോകാം എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള, കേരള സംസ്ഥാനത്ത് ഏറ്റവും എളുപ്പമുള്ള ജോലി മന്ത്രിപ്പണിയാണെന്ന് തോന്നിപ്പോകും നമ്മൾക്ക്. അല്ലലില്ലാതെ പോവുക. പക്ഷെ ആലോചിക്കേണ്ടത് എന്താണ്? വിദ്യാഭ്യാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു നാളത്തെ പൗരന്മാരായി കുറേ ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിത രാഷ്ട്രീയം ഇവിടെ കലർത്തുന്നുണ്ടോ, മറ്റേതെങ്കിലും വിദ്വേഷം ഇതിലൂടെ പ്രചരിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതും അങ്ങനെയെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടതുമൊക്കെയായ ആദ്യ നാവാകുന്ന ഒരാൾ ആരായിരിക്കണം? അവിടുത്തെ മന്ത്രിയായിരിക്കണം. പക്ഷെ അദ്ദേഹത്തിന് അല്ലല് വേണ്ട, അദ്ദേഹത്തിന് ഗവർണറോട് നേരിട്ട് യുദ്ധം പറ്റില്ല. ആ നിലക്കൊരു നിലപാടില്ലായ്മ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ നിരാശയുണ്ടാകുന്ന കാര്യമാണ്. ആ കാര്യം ഞാൻ ഈ ഘട്ടത്തിൽ എന്തായാലും പറയാൻ വിചാരിക്കുന്നുമുണ്ട്. എന്തായാലും ഞാൻ വിചാരിക്കുന്നത്, അതായത്
കഴിഞ്ഞ തവണ LDF സർക്കാർ ഗവർണറുമായി നിരന്തരമായ സംഘർഷത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വി ശിവൻകുട്ടിയുടെ അദ്ദേഹമാണെന്ന് തോന്നുന്നു അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. അതായത് പിന്നെ പാഠപുസ്തകത്തിൽ എന്താണ് ഗവർണറുടെ അധികാരങ്ങൾ എന്ന് ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച് അത് കരിക്കുലം കമ്മിറ്റി അടക്കം അത് പഠിച്ച് നിലവിലത് പിന്നെ അതിനുശേഷം അവർ അധികാരം ഒഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് പോലും ഇതിനെ പ്രതിരോധിക്കാൻ ആലോചിച്ചവർ മറുവശത്തുണ്ട്, പ്രതിപക്ഷത്ത്. അതിൻ്റെ അടക്കം വിദ്യാർത്ഥി സംഘടനകളാണ് ഇപ്പോഴിവിടെ പ്രതിഷേധം ഉയർത്തുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലില്ല എന്ന് പറയുന്നവർ, അതായത് മതേതര ഇന്ത്യ എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഒരു സങ്കല്പവും ആശയത്തിനും തുരങ്കം വെക്കുവാൻ വേണ്ടി മൗനാനുവാദം കൊടുക്കുകയാണ് നിലവിൽ നമ്മുടെ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ. രണ്ടുപേരും ഈ വിധം നിലപാടാണ് നിലവിൽ സ്വീകരിക്കുന്നതെന്നാണ് എനിക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്.